ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാജാലി ബേർഡ്സ് പാർക്ക്, അതായത് തഞ്ചാവൂരിൻ്റെ രണ്ടാമത്തെ സീരീസാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ കണ്ടതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബേർഡ്സ് പാർക്ക് കാണാനായിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അതെ, നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് അറിയാം. ആദ്യം നമ്മുടെ ഈ ക്ഷേത്രത്തിന് അകത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു ആദ്യത്തെ വീഡിയോയിൽ. രണ്ടാമതേ നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ബോർഡ് കാണാം. നേരെ പോകുന്നത് ബേർഡ്സ് പാർക്ക് കാണാനാണ്. ബേർഡ്സ് പാർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. രാജാലി ബേർഡ്സ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ പുറത്തിറങ്ങി ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഓട്ടോക്കാർ 2 കിലോമീറ്റർ ഉണ്ട്, ഓട്ടോ പിടിച്ച് പോകണം, 100 രൂപയെന്ന് പറഞ്ഞു. പക്ഷേ ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ള ഒരു 100 മീറ്റർ പോലും ഇല്ല. നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് നേരെ നോക്കുമ്പം ഈ ഒരു ബേർഡ്സ് പാർക്കിൻ്റെ ബോർഡ് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് പോകുന്ന ഒരു ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, നമുക്കറിയാം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് പോകാൻ പോകുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ രാജാലി ബേർഡ്സ് പാർക്കിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. 8:30 രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 6:30 വരെയാണ് കേട്ടോ ടൈമിംഗ് ഉള്ളത്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ കുറച്ച് ഇലകൾ നമുക്ക് തരും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി വരുമ്പം ആദ്യം കാണുന്നത് ഓസ്ട്രിച്ച്, അതായത് നമ്മുടെ ഒട്ടകപ്പക്ഷിയാണ്. ഒട്ടകപ്പക്ഷിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം ഈ കുറച്ച് ഇലകളൊക്കെ തരുന്നത് കേട്ടോ. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ ഒട്ടകപ്പക്ഷിയുണ്ട്, അതിന് നിങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന്. പക്ഷേ ഇത്രയും വലിപ്പമുള്ള ഒട്ടകപ്പക്ഷിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ ഈ ഇലകളുമായിട്ട് കയറി വരുമ്പോൾ തന്നെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ കേട്ടോ ഈ ഒട്ടകപ്പക്ഷികളെല്ലാം അടുത്തേക്ക് ഓടി വരും കേട്ടോ. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്, ഇതിൻ്റെ തല കണ്ടോ, അത് ആ ഒരു വേലിക്കകത്തൂടെ തന്നെ പുറത്തേക്ക് ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും ഇത് കടിക്കാൻ വരുമോ ഒത്തുമെന്നൊക്കെ. എന്തായാലും നല്ല അടിപൊളി പരിപാടിയാണ്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കൊണ്ടിരുന്ന ഫുഡൊന്നും കൊടുക്കാക്കത്തില്ല, അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ സൂവിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഫീഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത് പോയി നിന്ന് കാണാനൊന്നും പറ്റത്തില്ല ഇതുപോലെ ഇത്ര ക്ലോസ് ആയിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് വന്ന് ഫുഡ് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംവിധാനമാണ് ഇവർ ചെയ്തേക്കുന്നത്. അങ്ങനെ ഒട്ടകപ്പക്ഷിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവുകളെയാണ്. പ്രാവുകളെ കണ്ട് വലിയ പുതുമയൊന്നും തോന്നിയില്ലെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുള്ളതാണ് പ്രാവുകളൊക്കെ, നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന സംഭവങ്ങളൊക്കെയാണ്. അതിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് വലിയ പുതുമയൊന്നും തോന്നിയില്ല. പക്ഷേ ഒട്ടകപ്പക്ഷി ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. പ്രാവുകളെ കണ്ട് ഇവിടെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടുന്ന് ഒരു എൻട്രൻസ് കാണാം, അകത്തേക്ക് കയറിപ്പോകാൻ പറ്റുന്നൊരു വഴി. അവിടെ കുറേ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഒരു എൻട്രൻസ് എത്തുമ്പോഴത്തേക്കും കൈ ഒന്ന് കഴുകിയിട്ട് വരാൻ പറയുന്നു. കൈ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഒരാളെ കയറ്റി കഴിഞ്ഞിട്ട് ആ ഡോർ അടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വലിയ കൂട്ടിനകത്തേക്ക് കയറ്റുന്നത്. ഇതിനകത്ത് നിറച്ച് ലവ് ബേർഡ്സ് ആണ് കേട്ടോ. കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് തിന തരും, അതായത് ഈ കിളികൾക്ക് കൊടുക്കാനായിട്ട്. ഞാനത് കൈ തുറക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിലേക്ക് കുറേ ലവ് ബേർഡ്സ് വന്ന് ആദ്യം തന്നെ ഇരുന്ന് കേട്ടോ. തുറന്ന് വെച്ചപ്പോഴത്തേക്ക് ഒരുപാട് ലവ് ബേർഡ്സ് വന്നിരിക്കും. ഈ കാണുന്നൊരു കൂട്ടിനകത്താണ് ഞാൻ കയറിയിട്ട് ഇപ്പോൾ ലവ് ബേർഡ്സിനെയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. വലിയൊരു കൂടാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയും ഈ പറഞ്ഞ പോലെ തന്നെ 2 ഡോറൊക്കെ ആയിട്ടാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ കോഴികളും കാര്യങ്ങളൊക്കെയാണ്. കോഴികളെ കണ്ട് അങ്ങനെ വലിയ വെറൈറ്റി ഒന്നും തോന്നിയില്ല, അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഫിഞ്ചസ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കുറേ വെറൈറ്റി കിളികളെയൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ അവിടെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ ഇത്. അവിടുന്ന് വീണ്ടും നമ്മൾ കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡായിട്ട് അടുത്ത കൂട് കാണാം. അതിനകത്ത് കുറേ വെറൈറ്റി തത്തകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
പക്ഷേ ഈ തത്തകൾക്കൊക്കെ ചെറിയ ചെറിയ കൂടുകളാണ്, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള കൂടല്ല. അതിന് അത്യാവശ്യം പറന്ന് നടക്കാൻ പറ്റുന്ന വലിയ കൂടാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഇതിന് കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ സ്പ്രേ ചെയ്തേക്കുന്നതാണ്. നല്ല ചൂടാണ്, അതുകൊണ്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ വെള്ളം കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു തരം കോഴിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഇഗ്വാനെ കാണാൻ കേട്ടോ. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഓന്ത എന്നൊക്കെ പറയും, പക്ഷേ എല്ലാവർക്കും ഇപ്പം അറിയത്തില്ല. ഇപ്പം പലരും പെറ്റായിട്ട് വളർത്തുന്ന ഒരു സാധനമാണ്. ഇഗ്വാന എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും വിലയുള്ളൊരു പെറ്റാണ് കേട്ടോ ഈ ഇഗ്വാന. അപ്പോൾ ഈ ഇഗ്വാനെ കണ്ടിട്ട് അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പല വെറൈറ്റി ഡെക്കുകളെ കാണാം. വെള്ളത്തിൽ ജീവിക്കുന്ന പല ഡെക്കിൻ്റെ പല വെറൈറ്റീസിനെ നമുക്കിവിടെ കാണാം കേട്ടോ. പല സ്പീഷീസിലുള്ള പല പേരുകളാണ് ഇതിന് പറയുന്നത്. ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ നമ്മുടെ താറാക്കുഞ്ഞുങ്ങളെ കാണാം. നമ്മൾ ആലപ്പുഴയിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും കൂട്ടത്തോടെ കൊണ്ടുവന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ അവിടെ കാണുന്ന പോലെ ഈ താറാക്കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അവരവിടെ നമുക്ക് ഫുഡ് തരും. ഫുഡ് തന്നു കഴിയുമ്പോഴത്തേക്ക് കൈ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അവർ വന്ന് ഫുള്ള് കഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് പോകും. പിന്നെ നമുക്കിവിടെ പല വെറൈറ്റി മുയലുകളെ കാണാൻ കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ മുയലാണ്, പക്ഷേ ഇവൻ്റെ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ മുയലാണെന്ന് കരുതിയില്ല, പിന്നെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന പേരെ കണ്ടപ്പോഴാണ് മുയലാണെന്ന് കരുതിയത്. നമ്മുടെ ഒരു പോമറേനിയൻ, ഒരു നായ്ക്കുട്ടി പോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്നത് നമ്മുടെ താറാവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ നല്ല വെറൈറ്റി പൂച്ചക്കുട്ടികളെ നമുക്ക് കാണാം. ഈ പൂച്ചകൾക്ക് ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളിക്കാനായിട്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളിത് ഇത്രയും നേരം തിരക്കി നടന്നൊരു സ്ഥലം നമുക്കിവിടെ കാണാൻ കേട്ടോ. കുറേ നേരം കൊണ്ട് ഇവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, വലിയ തത്തകളുടെയൊക്കെ. പിന്നെ ഇവിടെ ഒരു കഫയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ കാണാം ഒരു അടുത്തൊരു കൂട്ടിലേക്ക്. നമ്മൾ നേരത്തെ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിൽ കയറിയ പോലെ അടുത്തൊരു കൂട്ടിലേക്ക്. അപ്പോൾ കയറുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരണമെന്ന്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഡോറിനകത്തേക്ക് കയറി നിന്നതിന് ശേഷം അടുത്ത ഡോറ് തുറന്ന് നമ്മളെ അകത്തേക്ക് കയറ്റും കേട്ടോ. അകത്തേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള നല്ല വലിയ തത്തമ്മകളെയാണ്, ആഫ്രിക്കൻ തത്ത എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇതിനെയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത് കേട്ടോ. മറ്റേ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിൽ കയറിയ പോലെ അല്ല കേട്ടോ ഇവിടെ. നമ്മൾ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിൽ കയറി ഫുഡ് വെച്ചപ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക് തനിയെ വന്ന് നമ്മുടെ ഇതിനകത്തേക്ക് കയ്യിലേക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്റ്റാഫ് ഇവർ വന്നിട്ട് ആ തത്തകളെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് എടുത്ത് വെച്ച് അവർ പതുക്കെ നമ്മുടെ കയ്യിലേക്ക് എടുത്ത് വെച്ച് തരും. പക്ഷേ ഈ കൂട്ടിനകത്ത് ചെറിയ തത്തകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തത്ത തന്നെയാണോന്ന് അറിയാം, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് മനസ്സിലായി. തത്ത പോലെ ഇരിക്കുന്നൊരു പക്ഷിയാണ്. ഇതൊക്കെയാണെന്നെങ്കിൽ നമ്മുടെ ലവ് ബേർഡ്സ് കണ്ട പോലെ തനിയെ വന്ന് കയ്യിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതേ കുറച്ച് നേരം നമ്മൾ ഫുഡ് കൊണ്ട് ഇന്നപ്പോഴത്തേക്കും ഇവനൊന്നും ഒരു പേടിയില്ലാതെ വന്ന് നമ്മുടെ തോളത്തും കയ്യിലും ഒക്കെ ഇരുന്ന് ആകപ്പാടെ കളിയും ബഹളമൊക്കെ ആയി കേട്ടോ. ഞാനിവിടെ കാണുന്ന ഈ തത്തകളുടെയൊക്കെ ഏകദേശം വിലയൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവർ പറയുന്നത് ഏകദേശം 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്കൊക്കെ മേലെ വിലയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ചുറ്റി പറന്ന് നടക്കുന്നതെന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ആ ഒരു നീല തത്തമ്മയെ കണ്ടോ, ഇതിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തറയിൽ നിൽക്കാതെ ഭയങ്കര കെയറിങ് ആയിട്ടാണ് നോക്കുക. അതായത് അത് പറന്ന് തറയിൽ ഇരിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്കും അതിനെ എടുത്ത് കയ്യിൽ വെക്കുന്നു. ഈ ചെറിയ തത്തകളൊന്നുമല്ല, ഈ വലിയ നമ്മൾ കണ്ട വലിയ തത്തമ്മകളെയൊക്കെ തറയിലിരുത്താൻ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതിനെയൊക്കെ ഒരു കാരണവശാലും ഇവർ തറയിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ, മീൻസ് അത് പറന്നിറങ്ങുമ്പോൾ തന്നെ അവർ പോയി എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. തറയിലിരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും ഇവർ ഫുഡ് അവരുടെ കയ്യിൽ കുറച്ച് എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഇതിനെ കഴിക്കാനുള്ള ഫീഡിങ്ങിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കയ്യിലേക്ക് തരണമെന്നുണ്ടെങ്കിൽ, ഇത് പറന്ന് മുകളിൽ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്നൊന്നും വിളിച്ച് വരുത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ എപ്പോഴും ഇവർ ഫുഡൊക്കെ കൊടുത്ത് അതിനെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഒന്നും പറയാനില്ല, ഒരു വെറൈറ്റി, ഒരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞാൻ ഇത്രയും നാൾ പോയെടുത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറിയെങ്കിലും ഇതൊരു 150 രൂപയ്ക്ക് തന്നെ പക്ക വെറുത്തെന്ന് തന്നെ പറയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വില പിടിപ്പുള്ള ഇത്രയും കിളികളെ, പക്ഷികളെയൊക്കെ, തത്തകളെയൊക്കെ നമുക്ക് ഇതുപോലെ കയ്യിലെടുത്ത് വെച്ച് ഫീഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഞാൻ പോയിടത്തൊന്നും കണ്ടിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കാണാം, നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു സൗകര്യം വന്നപ്പോൾ കാണാൻ പറ്റി.
നമ്മുടെ ഈ തഞ്ചാവൂർ ക്ഷേത്രം കാണാൻ വരുന്നവരെല്ലാവരും മിക്കവാറും ഉള്ള എല്ലാവരും ഈ ഒരു ബേർഡ്സ് പാർക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പോകുന്നതിന് മുമ്പ് റെഫർ ചെയ്തായിരുന്നു, മീൻസ് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അതിനകത്തൊന്നും ഈ ബേർഡ്സ് പാർക്കിനെ കുറിച്ച് എല്ലാവരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് അതിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ബേർഡ്സ് പാർക്ക് വരുന്നവർ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ ഒരു തത്തമ്മയെ കുറച്ച് നേരം ഞാൻ നിന്ന് നോക്കുന്നുണ്ട്. ഇത് ഒത്തിരി മുകളിലിരുന്നായിരുന്നു. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങാൻ നേരത്ത് ഈ തത്തമ്മ പതുക്കെ താഴെ വന്നു. ഇവിടെ വേറൊരു ടീമിൻ്റെ കയ്യിലൊക്കെ പോകാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ അടുത്തും വരുമെന്ന് തോന്നുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ നമ്മുടെ കയ്യിലോട്ട് തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം നമ്മുടെ കയ്യിലിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് പറന്ന് പതുക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അവർ വന്ന് ഫുഡൊക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാം അവിടെ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇവരെ എപ്പോഴും ട്രെയിൻ ചെയ്യുന്ന അവരായതുകൊണ്ട്, എപ്പോഴും ഫുഡ് കൊടുക്കുന്ന അവരായതുകൊണ്ടും എപ്പോഴും അവരുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഫുഡ് ഇട്ട് തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും അവർ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഈ ബേർഡ്സിനെ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഗോൾഡിൻ്റെ ചെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരത് കൊത്തി പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കിടന്ന ചെയിൻ, ഗോൾഡിൻ്റെ ചെയിൻ, അത് കൊത്തി പൊട്ടിച്ചു എടുക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാനത് അവരോട് ട്രെയിനേഴ്സിനോട് പറഞ്ഞു. അവർ പെട്ടെന്ന് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ തത്തയെ മേടിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിനെ എടുത്ത് മാറ്റാനോ തറയിലിടാനോ പറ്റത്തില്ല. അപ്പോൾ അതേ തത്തയുടെ കാഴ്ചകളെ കണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യമുനയാണ് കേട്ടോ. അപ്പോൾ ആ ബേർഡ്സ് പാർക്കിനകത്തെ ലാസ്റ്റ് കാഴ്ച നമ്മുടെ ആ യമുവിൻ്റെ അവിടം വരെ ആയിരുന്നു. അവിടുന്ന് ഒരു ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് കേട്ടോ. ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടോയ് ട്രെയിൻ കിടക്കുന്നത് കാണാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോയ് ട്രെയിനിനകത്ത് കയറി ഒരു റൗണ്ട് അടിക്കാം. അതുപോലെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 20 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. അതുപോലെ നമുക്ക് അതിനകത്തേക്ക് പല പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് ഒരു മ്യൂസിയം ആണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മീൻസ് ഓട് പ്രതിമകളും കാര്യങ്ങളും, അതുപോലെ തന്നെ പഴയ ഇതൊരു കളക്ടറുടെ ഒരു ഓഫീസാണ്, ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു ഓഫീസാണ് ഈ കാണുന്നത്. അത് ഇവിടെ കളക്ടർമാരായിട്ടിരുന്ന ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഓഫീസൊക്കെ നമുക്ക് ഇതേ കയറി കാണാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പണ്ട് രാജഭരണ കാലത്തുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഈ നെയ്ത്തുപകരണം കാണാം കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന തുണി നെയ്യാൻ, സാരികളൊക്കെ നെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു നെയ്ത്തുപകരണം ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവങ്ങൾ കണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണ് ഇതിനകത്ത് ഒരു ക്യൂരിയോസിറ്റി, മീൻസ് ഒരു നൊസ്റ്റാൾജി എന്ന് പറയും, അത് നമുക്ക് ഫീൽ ആയത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ 90s നമുക്ക് ഇവിടം വരെ ഈ ഒരു ടേപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കാസറ്റ്, വാക്മാൻ, ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇവിടെ പിന്നെ തഞ്ചാവൂരിൻ്റെ ഒരു ഫുൾ മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു തഞ്ചാവൂർ ഫുള്ളായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ബിഗ് ടെമ്പിളിൻ്റെയും കാര്യങ്ങളും, ആ ഒരു ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കാര്യങ്ങളും, പിന്നെ ഒരു പാലസ്, നമ്മൾ ആ പാലസിലേക്കും കാര്യങ്ങളൊക്കെ, ഒരു പാലസിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ അടുത്ത പാലസിൽ നമ്മളിനി പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെറൈറ്റി കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പണ്ടത്തെ നമ്മുടെ കലപ്പയും സാധനങ്ങളും, കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ചെറിയ മമ്മട്ടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത സംഭവം തന്നെയാണ്. ഒരു കാളവണ്ടിയൊക്കെ കണ്ടതായിട്ടൊരു പഴയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഈ കലപ്പയൊന്നും കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല. അരകല്ലും ആട്ടുകല്ലും ഒക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലും ഉണ്ട് കേട്ടോ. ഈ ഫോണും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സിനിമ പ്രൊജക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
എന്തായാലും ആ ഓട്ടുപകരണങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ലാഗടിച്ചെങ്കിലും കുറച്ച് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. നമുക്ക് പഴമയെ ഓർമ്മ വരുത്തുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റി. അപ്പം നമുക്കിവിടെ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ വേസ്റ്റ് ആവില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ കാണാൻ വരുമ്പോൾ തൊട്ടടുത്ത് കാണാനുള്ള ബേർഡ്സ് പാർക്കും പിന്നെ നമ്മുടെ ഈ ഒരു മ്യൂസിയത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിഗ് ടെമ്പിളിൻ്റെ കാഴ്ചകൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ബേർഡ്സ് പാർക്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ തഞ്ചാവൂർ ബൊമ്മകളൊക്കെ മേടിക്കുന്ന സമയത്ത് മാക്സിമം ബാർഗൻ ചെയ്ത് മേടിക്കാൻ നോക്കുക. അപ്പോൾ വിലകളൊക്കെ അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും, ഇല്ലെങ്കിൽ അവർ ആളെ നോക്കിയൊക്കെ വില പറയും, നല്ല വലിയ വിലയൊക്കെ കൊടുത്ത് നമുക്ക് മേടിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തഞ്ചാവൂരിൻ്റെ ബാക്കി കാഴ്ചകൾ, പാലസിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ തഞ്ചാവൂർ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. താങ്ക്